Hi my dear students, this is my new channel. I am physics teacher, Mahima teacher, and in this channel I would like to share my knowledge with you. And if you like this video, please subscribe it, and if you want to get the notification, please press the bell button and share with your friends. In this section we have to discuss what is resistance. Okay. The resistance is nothing but it is hindrance or opposition to the flow of electric charges through a conductor. But there is an opposition. A conductor is a smooth flow of electric charges. Electric charges current flow from one terminal to another terminal. The move through a conductor. If conductor move that is a smooth path conductor. Somewhat like a zigzag movement. Metallic conductor, metallic wire, ഒരുപാട് atoms ഉണ്ട്. അല്ലേ? ഈ ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്തിട്ടാണ് ഇലക്ട്രിക് ചാർജസ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു സിക്സാക് മോഷൻ ഒരു മൂവ്മെന്റ് ആണ് അവിടെ ഉണ്ടാകുന്നത്. സിക്സാക് മൂവ്മെന്റ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ് ഇലക്ട്രിക് ചാർജസിന് അവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ഇലക്ട്രിക് ചാർജസ് മൂവ് ചെയ്യുന്ന പാത്തിൽ ആറ്റംസ് ഉണ്ട്, ആറ്റമായിട്ട് കൊളൈഡ് ചെയ്യുന്നു, അങ്ങനെ പോകുന്നു അല്ലേ? അപ്പോൾ ഈ ആറ്റം എന്ന് പറയുന്നത് എപ്പോഴും റെസ്റ്റിലാണ് ഇരിക്കുന്നത്, അല്ല റെസ്റ്റിലല്ല ഇരിക്കുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെൻ ഇലക്ട്രിക് ചാർജസ് പാസസ് ത്രൂ ദ കണ്ടക്ടർ ഹീറ്റഡ് അപ്പ്, ഹീറ്റ് ചെയ്യുന്നു അക്കോർഡിംഗ് ടു ജൂൾസ് ലോ. അപ്പം അങ്ങനെ ഹീറ്റ് ചെയ്യുമ്പോൾ ആറ്റംസ് എല്ലാം എന്ത് ചെയ്യുന്നു? വൈബ്രേറ്റ് ചെയ്യുന്നു അല്ലേ? അപ്പോൾ ആറ്റംസ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് ചാർജസ് എല്ലാ ആറ്റമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കൊളൈഡ് ചെയ്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ കൊളീഷൻസ് ഇൻക്രീസ് ചെയ്യുന്നു, കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ ഹീറ്റ് ആകുമ്പോൾ അതിൻ്റെ കൊളീഷൻസ് ഇൻക്രീസ് ചെയ്യുന്നു. അങ്ങനെ കൊളീഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഓൾറെഡി അത് ഇൻക്രീസ് ചെയ്യും. അത് ഞാൻ പറഞ്ഞു തരാം, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഇതിൽ മൂവ് ചെയ്യുമ്പോൾ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് അല്ലേ എൻ്റെ പാത്തിൽ. അപ്പോൾ ഞാനിതിന് ഒരു കമ്പാരിസൺ നടത്തുകയാണ് ഫ്ലോ ഓഫ് വാട്ടർ വെച്ചിട്ട്. ഞാനിവിടെ ഒരു ഫിഗർ വരയ്ക്കുന്നു. ഇതൊരു പൈപ്പ്. ഈ പൈപ്പിൽ ഇവിടെ ഒരു ഫോൾഡിങ് ഞാൻ കാണിക്കുകയാണ്, എന്നിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാണ്. ഇവിടെ വാട്ടർ ഇവിടെ വളരെ സ്മൂത്ത് ആയിട്ടാണ് വാട്ടർ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇവിടെ എത്തുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവിടെ ഒരു ഫോൾഡിങ് ഉണ്ട്, ഇവിടെ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ട്. അപ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റിന്, അതിൻ്റെ ഫ്ലോ ഓഫ് വാട്ടറിന് ആ റേറ്റ് അത് ഡിക്രീസ് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ മൂവ് ചെയ്യുന്ന അതേ റേറ്റിലല്ല ഇവിടെ മൂവ് ചെയ്യുക. അപ്പോൾ അതായത് ഈ ഒരു മൂവ്മെൻറ്റ്, വാട്ടർ ഫ്ലോ എന്ന് പറയുന്നത് കറൻറ്റിൻ്റെ അല്ലെങ്കിൽ ചാർജസിൻ്റെ ഫ്ലോ ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇവിടെ ഒരു ഒബ്സ്റ്റക്കിൾ ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഈ വാട്ടറും സർഫസ് ഓഫ് പൈപ്പും തമ്മിലുള്ള ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാരണം ഇതിൻ്റെ റേറ്റ് ഓഫ് ഫ്ലോ, അതിന് ഒരു തടസ്സം ഉണ്ടാകുന്നുണ്ട് അല്ലേ? അതിൻ്റെ ഫ്ലോ ഡിക്രീസ് ആകുന്നു. ഇതേപോലെ തന്നെയാണ് ചാർജസ് ഇലക്ട്രിക് കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് കൊളീഷൻസ്, ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് എല്ലാം ഉണ്ട് അതിൻ്റെ ഇടയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എല്ലാ മെറ്റീരിയലും ഒരുപോലെയാണോ? അല്ല, എല്ലാ മെറ്റീരിയലും ഒരുപോലെയല്ല. കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് വേരീസ് വിത്ത് മെറ്റീരിയൽ ടു മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിൻ്റെ പോലെയല്ല മറ്റേതിനും ഉണ്ടാവുക. മനസ്സിലായോ? അപ്പോൾ മെറ്റീരിയൽ ടു മെറ്റീരിയൽ ആണെങ്കിൽ ഒരു മെറ്റീരിയലിന് എന്ത് കോൺസ്റ്റൻ്റ് ആണോ? അതല്ല. അപ്പോൾ മെറ്റീരിയൽ ടു മെറ്റീരിയൽ മാറുമ്പോൾ ഒരു മെറ്റീരിയൽ തന്നെയും റെസിസ്റ്റൻസ് കോൺസ്റ്റൻ്റ് ആവുന്നില്ല. അതെ. അപ്പോൾ റെസിസ്റ്റൻസ് അപ്പോൾ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റെസിസ്റ്റൻസ് ഉണ്ടാകുന്നത്? അപ്പോൾ അത് നമുക്ക് നോക്കാം. ഏതൊക്കെ ഫാക്ടേഴ്സിനെയാണ് റെസിസ്റ്റൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഫാക്ടേഴ്സ് ഓൺ വിച്ച് resistance depends upon. അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇപ്പോൾ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തൊക്കെയാണ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന കേസ്? ഞാൻ പറഞ്ഞു കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അക്കോർഡിംഗ് ടു ജൂൾസ് ലോ ഹീറ്റ് ചെയ്യുന്നു അല്ലേ? ഈ കണ്ടക്ടർ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഹീറ്റ് ചെയ്യുമ്പോൾ കൊളീഷൻസ് ഇൻക്രീസ് ചെയ്യും. കൊളീഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഫസ്റ്റ് ഫാക്ടർ ഈസ് ദ ടെമ്പറേച്ചർ ഈസ് ദ ഫസ്റ്റ് ഫാക്ടർ. സെക്കൻഡ് വൺ എന്താണ്? റെസിസ്റ്റൻസ്. എല്ലാം അപ്പോൾ മെറ്റീരിയൽ ടു മെറ്റീരിയൽ ഡിഫറെൻ്റ് ആണെന്ന് പറയണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ദ നാച്ചർ ഓഫ് ദ മെറ്റീരിയൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ.
And third factor is the length of the conductor. ഇപ്പോൾ ഒരു കണ്ടക്ടറിൽ തന്നെ പറഞ്ഞിരുന്നു എന്താണ്, ഒരു കണ്ടക്ടർ തന്നെ ഇപ്പോൾ ഒരു മെറ്റീരിയൽ തന്നെ നമ്മൾ എടുക്കുകയാണ്. ഇപ്പോൾ ഒരു അയൺ എടുത്തു, അയൺ അല്ലെങ്കിൽ കോപ്പർ എടുത്തു, കോപ്പർ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ ലെങ്ത് വ്യത്യാസപ്പെടുത്തി നോക്കി, അപ്പോൾ നമ്മൾ റെസിസ്റ്റൻസ് വേറെ വരും അല്ലേ. അപ്പോൾ ഒരു കണ്ടക്ടറിൽ ഒരു മെറ്റീരിയൽ തന്നെ റെസിസ്റ്റൻസ് ഡിഫറെൻ്റ് ആയിട്ടാണ് വേണ്ടത്, അതിൻ്റെ ലെങ്ത് വ്യത്യാസപ്പെടുത്തി കഴിഞ്ഞാൽ. അപ്പോൾ ലെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലെങ്ത് ഈസ് ദ അനദർ ടേം. ആൻഡ് ദ ഫോർത്ത് വൺ ഈസ്, നമുക്കറിയാം ഏരിയ ക്രോസ് സെക്ഷൻ അല്ലേ, നല്ല തിൻ വയേഴ്സ്. അപ്പോൾ തിൻ വയേഴ്സിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ ഡിഫറെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഏരിയ ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 4 ഫാക്ടേഴ്സിനെയാണ് ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. Resistance depends upon the temperature, nature of the material, length and area cross section of the conductor. Okay, so next in details we have to discuss how resistance depends upon temperature, nature of the material, length, area cross section. Okay, next we have to find out what is the dimension formula for resistance. We already know V is equal to I into R. According to Ohm's law, this equation is V is equal to I into R. Then the power, equation for electric power is equal to P is equal to V into I. Okay, power is equal to I into R. Instead of V, we written as I into R into I. Power is equal to I square R. Then R is equal to, what is R? R is equal to power divided by I square. Next step is, we have to find out the dimension equation for power. Power is equal to work by time. What is work? What is work? Work is force into displacement. Force into displacement divided by time. Then according to Newton's law, force is equal to mass into acceleration, m into a. Okay, into displacement divided by time. Then the dimension equation for power is equal to, what is the dimension equation for mass? It is m. Then acceleration, it is L t raised to minus 2. L t raised to minus 2. Then the dimension for displacement is L divided by dimension for time is t. That which is equal to m L square t raised to minus 3. This is the dimension equation for power. Then the dimension equation for resistance is equal to m L square t raised to minus 3. This is the dimension equation for power divided by current. The dimension for current is I itself, I square. Therefore, the dimension formula is m L square t raised to minus 3 I raised to minus 2. I raised to minus 2. This is the simplest way to find out the dimension for resistance. It is very important to entrance exam also. Now, we will discuss resistance and temperature. How resistance varies with the temperature. As in the case of metals, alloys, electrolytes, semiconductors. In this case, we will first case is metals. Metals resistance increases with the temperature. Temperature അനുസരിച്ചിട്ട് resistance increase ചെയ്യും. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഗ്രാഫ് വരച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. ഇതിൽ y ആക്സിസിൽ റെസിസ്റ്റൻസ് പ്ലോട്ട് ചെയ്യുന്നു, റെസിസ്റ്റൻസ് ഓഫ് ദ മെറ്റൽ പ്ലോട്ട് ചെയ്യുന്നു. ഇനി ഇവിടെയാണെങ്കിൽ ടെമ്പറേച്ചർ, x ആക്സിസിൽ ടെമ്പറേച്ചർ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗ്രാഫ് ഈ ഒരു രീതിയിലായിരിക്കും വരിക. The resistance increases with the temperature. Resistance of the metal increases with the temperature. ഞാൻ ഇവിടെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പോവാണ്.
റെസിസ്റ്റൻസും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു ഇക്വേഷനാണ് ഞാൻ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. സോ ഇത് ഞാനൊരു ഇനീഷ്യൽ റെസിസ്റ്റൻസ് ഓഫ് ദി മെറ്റൽ R0 ആയിട്ട് എടുക്കുന്നു. ഈ ഒരു പോയിന്റ് R0 ആൻഡ് ഈ ഒരു പോയിന്റ് T0. T0 is the initial temperature. And let this point be RT, resistance after at a temperature T. ഇവിടെ ഞാൻ ഈ ടെമ്പറേച്ചർ T എടുക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ കണ്ടത്? റെസിസ്റ്റൻസ് R0 ആയിരുന്നു ഇനീഷ്യലി. Then after some time the temperature increases, it changes to RT. അപ്പോൾ ഇവിടെ ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് എന്താ വന്നത്? ചേഞ്ച് ഇൻ റെസിസ്റ്റൻസ് ഈസ് RT minus R0 is the change in resistance, and temperature change is T minus T0 is the temperature change. നമ്മൾ ഇവിടെ കാണുന്ന ഒരു കാര്യം, the change in resistance depends upon the initial resistance of the metal. That means RT minus R0 is proportional to R0, where R0 is the initial resistance of the metal. And also the change in resistance is proportional to the change in temperature T minus T0. അപ്പോൾ ഈ രണ്ട് ടേമിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് കണക്ട് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ RT minus R0 is proportional to R0 into T minus T0. ഓക്കെ, ഈ പ്രൊപ്പോർഷണാലിറ്റി നമ്മൾ മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ RT minus R0 which is equal to alpha 0. ഇതാണ് കോൺസ്റ്റന്റ്, പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് alpha 0, R0 into T minus T0, where alpha 0 is the temperature coefficient of resistance at temperature 0 degree Celsius. 0 degree Celsius-ന്റെ കേസാണ് ഇത് ആൽഫ 0 എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ RT is equal to എന്താ വരിക? R0 plus alpha 0 R0 into T minus T0. അപ്പോൾ T minus T0 നമുക്ക് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ഡെൽറ്റ T നമുക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ RT is equal to R0 plus alpha 0 R0 into delta T. അപ്പോൾ ഇത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ എന്താ പറഞ്ഞത്? റെസിസ്റ്റൻസ് increases with the increase in temperature. That means this term alpha 0 is positive case. അപ്പോൾ ഇത് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഇവിടെ ഈ ഒരു കേസിൽ പോസിറ്റീവ് ആയിട്ടുള്ള കേസാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് ആൽഫ 0 എന്താണെന്ന് കണ്ടുപിടിക്കാം. ആൽഫ 0 is equal to എന്തായിരുന്നു ഇക്വേഷൻ? RT minus R0 divided by R0 into delta T. RT minus R0 divided by R0 into delta T. ഇതിന്റെ വാല്യൂ ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ഓഫ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഇത് പോസിറ്റീവ് കേസിൽ. ഇനി നമ്മൾ ഈ ഗ്രാഫ് നമ്മൾ നേരെ തിരിച്ച് പറയുകയാണ്. എങ്ങനെയാണ്? the temperature decreases. ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഗ്രാഫിൽ നമ്മൾ കണ്ടു ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പം when we decrease the temperature, resistance falls down. അല്ലേ? റെസിസ്റ്റൻസ് ഇങ്ങനെ കുറഞ്ഞു വരും. കുറഞ്ഞു വന്ന് നോക്കൂ, ഇവിടെ ഈ ഒരു ഭാഗത്തെത്തുമ്പോൾ റെസിസ്റ്റൻസ് ഇത് എന്താണ്? ഇത് 0 ആണ്. ടെമ്പറേച്ചർ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പം നെഗറ്റീവിലേക്ക് പോകുന്ന സമയത്ത് ടെമ്പറേച്ചറിന്റെ വാല്യൂ നെഗറ്റീവിലേക്ക് പോകുമ്പോൾ റെസിസ്റ്റൻസ് ഗോസ് ടു 0 എന്ന് പറയും. ഒരു മെറ്റലിന്റെ റെസിസ്റ്റൻസ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവിടെ മീനിങ് എന്താ? 0 മീൻസ് അത് സൂപ്പർ കണ്ടക്ടിങ് സ്റ്റേജിലേക്ക് വന്നു. ഒരു സൂപ്പർ കണ്ടക്ടർ ആയിട്ട് അത് മാറാണ്. റെസിസ്റ്റൻസ് 0 ആണ്. പക്ഷെ ഇത് പ്രാക്ടിക്കലി ഇമ്പോസിബിൾ ആണ്. സോ നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണെങ്കിലും, നമ്മൾ അസ്യൂം ചെയ്യുന്ന ഗ്രാഫ് ഇങ്ങനെയാണെങ്കിലും, the actual graph is it is not approaches to 0. It's somewhat like this. It is parallel to the temperature axis. ഇങ്ങനെയൊരു രീതിയിലായിരിക്കും ആ ആക്സിസ്, ഈ ഒരു ഗ്രാഫ് പോകുന്നത്. ഈ ആക്സിസിന് പാരലൽ ആയിട്ടുള്ള രീതിയിലായിരിക്കും പോകുന്നത്.
ഇത് നമ്മൾ പോസിറ്റീവ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ ഓഫ് റെസിസ്റ്റൻസിന്റെ കേസാണ്. അത് മെറ്റൽസിന്റെ കേസാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് പറയേണ്ടത് എങ്ങനെയാണ് സെമി കണ്ടക്ടേഴ്സിൽ ഉള്ളത്, അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ്സിൽ എങ്ങനെയാണ് എന്നൊക്കെയാണ് നമ്മൾ. അപ്പോൾ അടുത്തത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യൂ കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് അലോയ്സിന്റെ കേസിലാണ്. അലോയ്സ് എന്ന് പറയുന്നത് എന്താണ്? കോമ്പിനേഷൻ ഓഫ് 2 or more മെറ്റൽസ് ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഈസ് ആൾമോസ്റ്റ് കോൺസ്റ്റന്റ്. എത്ര ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താലും റെസിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും. നെഗ്ലിജിബിൾ ചേഞ്ച് ഇൻ വാല്യൂ ആയിരിക്കും ഉണ്ടാവുന്നത്. അതായത് ആൽഫ സീറോന് ചേഞ്ച് നെഗ്ലിജിബിൾ ആണ്. അപ്പോൾ നമ്മളുടെ ഇക്വേഷൻ എന്തായിരുന്നു? നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ എന്തായിരുന്നു? RT is equal to R0 into 1 plus alpha into delta T എന്നാണ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നിയർലി നെഗ്ലിജിബിൾ ആണ്. ആൽഫ ഇസ് ഈക്വൽ ടു 0യുടെ വാല്യൂ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ ഒരു ടേം ഉണ്ടാവില്ല. അപ്പോൾ RT is equal to R0 itself. അപ്പോൾ RT എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും? R0 as in the case of alloys. ഓക്കെ. ഇനി അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് ഇലക്ട്രോലൈറ്റ്സ്. ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ഇലക്ട്രോലൈറ്റ് ആണ് HCl എന്ന് പറയുന്നത് അല്ലേ. പോസിറ്റീവ്, ഇത് നെഗറ്റീവ് അയോൺസ്. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സിന് when the temperature increases, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് തിന്നായി മാറും. അതായത് അതിൻ്റെ എന്തായി മാറും? അതിന് വളരെ ഈസി ആയിട്ട് H+ഉം അതുപോലെ തന്നെ Cl നെഗറ്റീവ് അയോൺസിനൊക്കെ പാസ് ചെയ്യാനുള്ള ഒരു പാത്ത് ഉണ്ടാവുകയാണ്. വളരെ വളരെ ആ ഒരു ഇലക്ട്രോലൈറ്റ്സ് ബിക്കം വെരി തിൻ, ബിക്കം വെരി റെയർ ആണ് അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് അതിന് മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി ഇൻക്രീസിങ് ആണ്. കണ്ടക്ടിവിറ്റി ഇൻക്രീസിങ് മീൻസ് എന്താണ്? എന്താ വരുന്നത്? റെസിസ്റ്റൻസ് ഡിക്രീസസ്, റെസിസ്റ്റൻസ് കുറയാണ് ഇലക്ട്രോലൈറ്റ്സിന്റെ കേസിൽ ഉണ്ടാകുന്നത്. ഇനി അടുത്തത് സെമി കണ്ടക്ടേഴ്സ്. സെമി കണ്ടക്ടേഴ്സിൽ എങ്ങനെയാണ് വരുന്നത്? സെമി കണ്ടക്ടറിൽ എന്തിനെ വെച്ചിട്ടാണ് ഇതിന്റെ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ കണ്ടക്ടിവിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത്? The conductivity of the semiconductor. ഈ സെമി കണ്ടക്ടറിനെ കുറിച്ച് നെക്സ്റ്റ് നമുക്ക് വേറൊരു വീഡിയോ ഇടുന്നുണ്ട്. അപ്പോൾ അതിന് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ ഇതിനകത്ത് നമ്മൾ റെസിസ്റ്റൻസ് മാത്രം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുന്നുള്ളൂ എന്താണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെ സെമി കണ്ടക്ടറിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? സെമി കണ്ടക്ടറിന്റെ കേസിൽ the conductivity depends on the free electrons. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസിന്റെ എത്രമാത്രം ഫ്രീ ഇലക്ട്രോൺസ് സെമി കണ്ടക്ടേഴ്സിലുണ്ടോ അത് വെച്ചിട്ടാണ് അതിന്റെ കണ്ടക്ടിവിറ്റി വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസ്, നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻക്രീസസ് ആസ് ഇൻ ദ കേസ് ഓഫ് സെമി കണ്ടക്ടർ. ഓക്കെ. അപ്പോൾ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ടക്ടിവിറ്റി കൂടുക. ദാറ്റ് മീൻസ് ദ റെസിസ്റ്റൻസ് ഈസ് ഡിക്രീസസ് വിത്ത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ കൂടുമ്പോൾ റെസിസ്റ്റൻസ് ഡിക്രീസിങ് ആണ്. അപ്പോൾ നമ്മൾ ആദ്യം മെറ്റൽസിന്റെ കേസിൽ എന്താ പറഞ്ഞത്? ദ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് ഈസ് ഇൻക്രീസസ് ആസ് ദ കേസ് ഓഫ് മെറ്റൽസ്, കണ്ടക്ടേഴ്സ് അല്ലേ. ഇവിടെയാണെങ്കിൽ സെമി കണ്ടക്ടറിന്റെ കേസിലാണെങ്കിൽ when the temperature increases resistance is decreases അല്ലേ. അപ്പോൾ ഇവിടെ എന്താണ്? റെസിസ്റ്റൻസ് ഡിക്രീസ് ആകാനുള്ള റീസൺ എന്താണ്? നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻക്രീസസ്, thereby conductivity of the semiconductor increases. ഓക്കെ. അപ്പോൾ അതാണ് ഈ സെമി കണ്ടക്ടേഴ്സിന്റെ കേസിൽ. ഈ നമ്മൾ 4 കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത. റെസിസ്റ്റൻസ് ഓഫ് ദി കണ്ടക്ടർ, അലോയ്സ്, ഇലക്ട്രോലൈറ്റ്സ്, സെമി കണ്ടക്ടർ. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ അനദർ ഫാക്ടറിന്റെ കേസ് പറഞ്ഞിരുന്നു. എന്താണ്? റെസിസ്റ്റൻസ് ലെങ്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, ഏരിയ ക്രോസ് സെക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് നോട്ട് ചെയ്യുന്നു. നേരത്തെ എന്താ നമ്മൾ കണ്ടത്? റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ അനുസരിച്ചിട്ട് വേരി ചെയ്യുന്നതാണ് അല്ലേ. ഇനി നെക്സ്റ്റ് ഇതിൽ പറയണത് റെസിസ്റ്റൻസ് എങ്ങനെ ലെങ്ത് ഓഫ് ദി വയറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ R എന്ന് പറയുന്ന റെസിസ്റ്റൻസും A എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദി വയർ ആണെങ്കിൽ resistance is proportional to the length of the wire. That means when length increases, resistance of the material also increases. Resistance എങ്ങനെയാണ് വരുന്നത്? നമ്മൾ നേരത്തെ ആദ്യമേ ഞാൻ പറഞ്ഞിരുന്നു. എങ്ങനെ വന്നിരുന്നത്?
ഇലക്ട്രോൺസ് വയേഴ്സിൻ്റെ കണ്ടക്റ്റിംഗ് വയേഴ്സിലത്തെ ആറ്റംസുമായിട്ട് കൊളൈഡ് ചെയ്തിട്ടാണ് റെസിസ്റ്റൻസ് വരുന്നത് അല്ലേ. അപ്പോൾ ലെങ്ത് ഇൻക്രീസ് ചെയ്യാൻ മീൻസ് കൊളീഷൻ ഇൻക്രീസസ്, കൊളീഷൻ ഇൻക്രീസ് ചെയ്യുന്നു. കൊളീഷൻ ഓഫ് ഇലക്ട്രോൺസ് വിത്ത് ദ ആറ്റംസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അങ്ങനെ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ദ ലെങ്ത് ഓഫ് ദി വയർ. ഇനി നെക്സ്റ്റ് ഏരിയ ക്രോസ് സെക്ഷൻ എങ്ങനെയായിരിക്കും? ഏരിയ ക്രോസ് സെക്ഷൻ നമ്മൾ നോക്കി, ഇതിൽ നോക്കിക്കേ, ഇത് വളരെ ഒരു തിൻ വയർ, ഇത് ഒരു തിക്ക് വയർ. അപ്പൊ ഏതിൽ കൂടി ആയിരിക്കും ചാർജസിന് വളരെ ഈസി ആയിട്ട് ഇങ്ങോട്ട് എത്താൻ പറ്റുക അല്ലേ? ഏതായിരിക്കും കൊളീഷൻസ് കുറവാവുക? ഈ ഒരു വയറിൽ, തിക്ക് വയറിലാണ് കൊളീഷൻസ് കുറവാവുക. അപ്പൊ റെസിസ്റ്റൻസ് ഡിക്രീസ് ആവുക. അപ്പൊ ഇവിടെ റെസിസ്റ്റൻസും ഏരിയ ക്രോസ് സെക്ഷനും തമ്മിലുള്ള ഒരു ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ഏരിയ ക്രോസ് സെക്ഷൻ. ഇത് കൂടുതലനുസരിച്ച് വളരെ സ്മൂത്ത് ആയിട്ട് ഇവിടേക്ക് എത്തും. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു വാട്ടർ ഫ്ലോന്റെ കേസ് അല്ലേ, അതേപോലെ തന്നെ ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്നതിനെ കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട് ഇത്രയും ഏരിയ ക്രോസ് സെക്ഷൻ കൂടുതലുള്ളതിൽ കൂടെ ഫ്ലോ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇലക്ട്രിക് ചാർജസിന്. അപ്പോൾ റെസിസ്റ്റൻസ് ഈസ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ദ ഏരിയ ക്രോസ് സെക്ഷൻ. നമ്മൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ലെങ്ത് ആൻഡ് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു ഏരിയ ക്രോസ് സെക്ഷൻ. നമ്മൾ ഇതിനെ ഒന്ന് റിമൂവ് ചെയ്യുകയാണെങ്കിൽ റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് into L by A. This constant is known as resistivity of the material. Resistivity of the material. അപ്പോൾ നമുക്കറിയാം റെസിസ്റ്റിവിറ്റി ഓഫ് ദ മെറ്റീരിയൽ. റെസിസ്റ്റിവിറ്റിനെ കുറിച്ചിട്ട് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഞാൻ വളരെ ചുരുക്കത്തിലാണ് പറഞ്ഞത്. റെസിസ്റ്റിവിറ്റി ഈസ് ഈക്വൽ ടു, അപ്പോൾ എന്താ വരിക? RA by L എന്ന് വരും അല്ലേ നമ്മളുടെ ഇക്വേഷൻ. ഈ റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇക്വേഷനിൽ RL എന്നൊക്കെ പറഞ്ഞ് എഴുതിയാലും റെസിസ്റ്റിവിറ്റി ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നാച്ചർ ഓഫ് ദി മെറ്റീരിയൽ. നാച്ചർ ഓഫ് ദി മെറ്റീരിയൽ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അതിപ്പോൾ അതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷനോ ലെങ്തോ ഒക്കെ ഇൻക്രീസ് ചെയ്യോ ഡിക്രീസ് ചെയ്യോ എന്ന് വന്നാലും ഈ റോ എന്ന് പറയുന്നത് ചേഞ്ചിങ് അല്ല, അത് കോൺസ്റ്റന്റ് ആണ്. ഒരു മെറ്റീരിയൽ അത് കോൺസ്റ്റന്റ് ആയിരിക്കും. സെയിം ഫോർ സെയിം മെറ്റീരിയൽ റെസിസ്റ്റിവിറ്റി ഈസ് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ റെസിസ്റ്റൻസ് പക്ഷേ ലെങ്തിനെയും ഏരിയ ക്രോസ് സെക്ഷനെയും ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് റെസിസ്റ്റിവിറ്റി എന്ന് പറയുന്നത് ഈസ് നോട്ട് ഡിപ്പെൻഡ് അപ്പോൺ ഏരിയ ക്രോസ് സെക്ഷൻ ആൻഡ് ലെങ്ത് ഓഫ് ദി വയർ. അപ്പോൾ ഇത്രയാണ് നമ്മൾ പറയുന്നത്. നാച്ചർ ഓഫ് ദി മെറ്റീരിയൽ എങ്ങനെയൊക്കെ ഡിപ്പെൻഡ് ഫാക്ടേഴ്സിൻ്റെ കേസൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. അപ്പോൾ ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസിനെ കുറിച്ചിട്ടുള്ള ഒരു സ്മോൾ സെക്ഷനാണ് പറഞ്ഞത്. ഇനി അതിനകത്ത് ഒരുപാട് പ്രോബ്ലം സെക്ഷനുണ്ട്. പ്രോബ്ലം സെക്ഷൻ ഈ ഒരു ക്ലാസ്സിൽ ഞാനിപ്പം പറയുന്നില്ല. അപ്പോൾ ഇവിടെ ഞാൻ റെസിസ്റ്റൻസിനെ കുറിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി നമ്മളുടെ നെക്സ്റ്റ് വീഡിയോ ഇതിൻ്റെ ബാക്കി ഭാഗമായിരിക്കും എടുക്കുക. അപ്പോൾ ഈ വീഡിയോ എൻ്റെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് പ്രസ് ദ ബെൽ ബട്ടൺ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടുക. ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഇതിൻ്റെ ആൻസറുമായിട്ട് എത്തുന്നതായിരിക്കും. അപ്പം സി യു ഓൺ നെക്സ്റ്റ് ക്ലാസ്. ബൈ.